ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്ന് കയറിക്കല്ലേ പോകാൻ പറ്റില്ല. ഇതൊരു ഹിമാലയമായിരുന്നു. ചേലക്കര ഒരു ഹിമാലയമാണ്. CPM-ൻ്റെ ഹിമാലയത്തിൻ്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിൻ്റെ ജനമനസ്സിൽ മാറ്റം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ചേലക്കര ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ? 40,000 വോട്ടിന് ജയിച്ചതല്ലേ ഇടതുപക്ഷം? 38 കൊല്ലം അല്ലേ? 38 കൊല്ലം CPM-ൻ്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാണ് നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിൻ്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എത്രയാ? 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവർ. അതാണ് ഇപ്പോൾ പത്ര കിട്ടിയ 12,000 അല്ലേ? 12,000 വോട്ടിലേക്ക് താണത്. എവിടെയാ വോട്ട്? എവിടെയാ കമ്പാരിസൺ? ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ വിജയം അതൊരു ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്ന് കയറിക്കല്ലേ പോകാൻ പറ്റില്ല. ഇതൊരു ഹിമാലയമായിരുന്നു. ചേലക്കര ഒരു ഹിമാലയമാണ്. CPM-ൻ്റെ ഹിമാലയത്തിൻ്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിൻ്റെ ജനമനസ്സിൽ മാറ്റം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ, ആർക്കും ഒരു സംശയവും വേണ്ട. അടുത്ത 2 പേരും നിങ്ങൾക്ക് കാണാം, ഞങ്ങളത് പിടിച്ചിരിക്കും. ആര്? ഇല്ല, രമ്യ ഹരിദാസ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ പോയത് ചേലക്കരയായിരുന്നു. ചേലക്കര പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ആർക്കും പരാതിയൊന്നും എൻ്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി അടക്കം നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു വക്താവായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപമില്ല. ജനമനസ്സിൽ മാറ്റം ഇനിയും വരാനുണ്ട്. ആ മാറ്റം വരും, അത് വരുത്തും. ഇന്നല്ലെങ്കിൽ നാളെ ആ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കും. അത് എന്നോട് ചോദിച്ചാൽ ഉത്തരവില്ല. കാരണം അത് ആര് ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാൽ അതോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്കങ്ങനെ ഒരു പരാതിയില്ല, അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപം എൻ്റെ മുമ്പിൽ വന്നിട്ടുമില്ല. കൂട്ടിക്കോട്ടെ, അവിടെ എന്താ CPM-ൽ ഇപ്പോൾ ഏതായാലും പോയില്ലേ? ഇനി ആളെ നമ്മൾ തിരിച്ചെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. സരൻ തിരിച്ചു വന്നാൽ പോലും ഞങ്ങൾ പരിഗണിക്കില്ല, ഉറപ്പ്. കാരണം ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല. ചെയ്യുന്ന പ്രശ്നം കൊണ്ട് നടന്നോട്ടെ. അദ്ദേഹം നമ്മുടെ സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്കുപയോഗിച്ചിരുന്നു അദ്ദേഹം. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് വാര്യർ CPM-ൽ പോയാൽ സന്ദീപ് വാര്യർ വളരെ മിടുക്കനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, തറവാടിത്തുള്ളവനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ? അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്വാളിറ്റിയാണ്. വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നുന്നതും വിളിച്ച് പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല, അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിൻ്റെ ഉടമസ്ഥനാണ്.